ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ. പുട്ട് ഞാൻ നനച്ചേക്കുന്നത് കുറച്ച് തേങ്ങാപ്പാലും ഉപ്പും പഞ്ചസാരയും പിന്നെ തേങ്ങയെല്ലാം കൂടി ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് അരിപ്പൊടി നനച്ച് വെച്ചേക്കുന്നത്. എന്നിട്ടൊരു 15 മിനിറ്റ് വെച്ചു കേട്ടോ. അതിന് ശേഷമാണ് ഇപ്പോൾ പുട്ടുണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. പിന്നെ ചായക്ക് വേണ്ടിയിട്ടുള്ള പാലും തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മക്കൾക്ക് ക്ലാസ് ഉള്ള ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് ചോറ് കുക്കറിനകത്തോട്ട് അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു കറിയേ ഉണ്ടാക്കിയിട്ടുള്ളൂ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കേട്ടോ. പിന്നെ തലേദിവസം നല്ല ഈയലൊക്കെ ഉണ്ടായിരുന്നു. അതാണ് കുറേ ഫിഷ് ടാങ്കിനകത്ത് ചാടി കിടക്കുന്നത്. കുറേയൊക്കെ മീൻ തിന്നു. പിന്നെ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ മക്കൾ പോകാൻ ടൈം ആയപ്പോഴത്തേക്കും യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഒരാൾക്ക് യൂണിഫോം തയ്ച്ച് കിട്ടിയിട്ടില്ല കേട്ടോ. അതാണ് കളർ ഇട്ടേക്കുന്നത്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ചേട്ടായി ഇവിടെ കുളക്കാട് പോയിട്ട് ഒരു വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങാപ്പഴം തന്നു വിട്ടായിരുന്നു. അതാണിത്. നാട്ടുമാങ്ങയും വേറൊരു മാങ്ങയും കൂടി മിക്സ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണ്. പിന്നെ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചൊക്കെ എടുത്ത് വെക്കുകയാണ്. കിഴങ്ങ് മെഴുക്കുവരട്ടിയും അച്ചാറും പിന്നെ മുട്ട പൊരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അത് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചോറ് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം കുറച്ച് കുക്കറിനകത്ത് പെട്ടെന്ന് ആക്കിയതാണ്. ഇന്ന് കുറച്ച് താമസിച്ചൊക്കെ എഴുന്നേറ്റത്. അപ്പോൾ അതിൻ്റെയൊക്കെയാണ്. അപ്പം പോകാൻ ടൈം ആയിട്ടില്ല. 9 മണി കഴിഞ്ഞിട്ട് സ്കൂളിൽ ചെന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇരുന്നിട്ട് ബുക്കൊക്കെ വായിക്കുകയാണ്. അങ്ങനെ രാവിലത്തെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞു. കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ഇനി അപ്പുറത്തെ കിച്ചണിലേക്ക് കൊണ്ടുവെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പുട്ടുപൊടി ബാക്കി വന്നായിരുന്നു. അതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചു. അപ്പോൾ പിള്ളേർക്ക് പോകാൻ ടൈമായപ്പോൾ എന്തൊക്കെയോ കവറോ കാര്യങ്ങളൊക്കെയാണ് ഈ തപ്പുന്നത് കേട്ടോ. കിച്ചൺ ക്യാബിൻ്റെ അടിയിലങ്ങാണ്ട് അതുള്ളത് അത് തപ്പിക്കൊണ്ടിരിക്കുന്നതാണ്. പാത്രങ്ങളെല്ലാം അപ്പുറത്തെ കിച്ചണിൽ നിന്നാട്ടോ കഴുകുന്നത്. അതുകൊണ്ടാണ് അങ്ങോട്ട് പെറുക്കിക്കൊണ്ട് പോകുന്നത്. ഇവിടെ കുക്കിംഗ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം ഉച്ചക്കത്തേക്കും വൈകിട്ടത്തേക്കും കൂടി കുറച്ച് ചോറ് വെക്കാനുണ്ട്. ഇവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ചോറുണ്ടാക്കിയതാണ് കേട്ടോ. ഇനി അങ്ങനെ താമസിച്ച് എഴുന്നേൽക്കുന്ന ദിവസമൊക്കെ പെട്ടെന്ന് കുക്കറിലോട്ട് അങ്ങനെ വെക്കലുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി വെക്കാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ടേബിളൊക്കെ ഒന്ന് തുടച്ചിടുകയാണ്. പിന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചോറിനുള്ളത്. അപ്പം വെള്ളം തിളച്ച് വന്നപ്പം അരിയൊക്കെ ഒന്ന് കഴുകി ഇടുന്നുണ്ട്. മുയലിന് ഇതല്ലാതെ പുല്ലൊക്കെ കൊടുക്കും. പിന്നെ നമ്മൾ കഴിക്കുന്ന ചോറും കറികളൊക്കെ കഴിച്ചോളും കേട്ടോ. കിഴങ്ങ് കറിയൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചോളും. ഇറച്ചി മീൻ അങ്ങനത്തെയൊന്നും മുയൽ കഴിക്കത്തില്ല. പിന്നെ പുല്ല് വെള്ളം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിട്ട് കഴിക്കുക. പഴത്തൊലിയൊക്കെ നന്നായിട്ട് കഴിച്ചോളും. പിന്നെ എന്താ പിള്ളേർ സ്കൂളിൽ പോകാൻ ടൈമായി. രണ്ടുപേരും സ്കൂളിലോട്ട് പോയി. ആ ഒരു ടൈം നോക്കി ചെറിയൊരു മഴ ചാറിയായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് അങ്ങ് നിന്നു. ഇനിയിപ്പം വന്നിട്ട് പാത്രങ്ങളെല്ലാം കഴുകുകയാണ്. ആദ്യം തന്നെ പാത്രത്തിലെ വേസ്റ്റ് എല്ലാം ഒന്ന് കഴുകി മാറ്റുന്നുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ പാത്രങ്ങൾ നിറച്ചെടുക്കുന്നത്. അന്നാലാണ് കഴുകാനൊക്കെ ആയിട്ട് നല്ല എളുപ്പം. കഴുകിയാലും ക്ലീനായിട്ട് കിട്ടത്തുള്ളേ. അപ്പോൾ ഇങ്ങനെ മാറ്റി വെക്കുന്ന കിച്ചൺ വേസ്റ്റൊക്കെ കോഴിക്കാട്ടോ കൊടുക്കൽ. ഒരു 6-7 കോഴിയുണ്ട് ഇവിടെ. അതിനെ കൊടുക്കൽ. അപ്പം ഞാൻ ചില സമയത്തൊക്കെ വീഡിയോയിൽ കാണിക്കും. പിന്നെ ആ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ കാണിക്കൽ കേട്ടോ. കോഴിയുണ്ടേ കാണിക്കാത്തതാണ് വീഡിയോയിൽ. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും പാത്രം ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. ഇനി അത് വെള്ളം വാർന്നതിന് ശേഷമാണ് കേട്ടോ അടുക്കി വെക്കുന്നത്. പിന്നെ വന്നിട്ട് ഫ്രണ്ടിലെ സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്യുവാണ്. അപ്പോൾ ഇന്ന് താമസിച്ചാണ് സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്യുന്നത്. ഇനി
നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് ഒന്ന് വന്നു കേട്ടോ. അപ്പം കാര്യമായിട്ട് പച്ചക്കറി ഒന്നുമില്ല, മഴയൊക്കെ ആയതുകൊണ്ട് വഴുതനയും പാവൽ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 പാവയ്ക്ക് പറിക്കാൻ വേണ്ടി വന്നതാണ് തോരൻ വെക്കാനായിട്ട്. 2 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ബാക്കി മൂത്തിട്ടില്ല. അപ്പോൾ 2 പറിച്ചെടുത്ത് തോരൻ വെക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പൂവിടുന്ന സമയത്ത് ഉറുമ്പ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉറുമ്പിന് മരുന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ മുട്ട് മൊത്തം ഉറുമ്പ് തിന്നിട്ട് പോകും. പിന്നെ അത് ഫ്ലവറിങ് ആവില്ല കേട്ടോ. ഇപ്പോൾ ചെറിയ രീതിയിൽ ഉറുമ്പുണ്ട്, അപ്പോൾ ഞാൻ ഉറുമ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഒരു റെഡ് ലേഡി ഉണ്ടായിരുന്നു, അത് പറിച്ചെടുത്തു. 1-2 ദിവസം കൂടി ഇരുന്നാൽ നന്നായിട്ട് പഴുത്ത് കിട്ടും. അപ്പോൾ 2 ദിവസം വെച്ചിട്ട് പിന്നെ കഴിക്കാൻ നട്ടോ വിചാരിച്ചത്. ഈ ഒരു പാകമാകുമ്പോൾ പറിച്ചെടുത്തില്ലെങ്കിൽ എന്തെങ്കിലും കിളികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊത്തിക്കൊണ്ട് പോകും. അതുകൊണ്ടാണ് പറിച്ചെടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പ് ഉണ്ടായിരുന്നു, ഇതൊന്ന് വെള്ളം വാർന്നതിന് ശേഷം അത് ഊരിയിട്ട് ഫ്രീസറിലോട്ട് വെക്കാനുണ്ട്. ഇനിയിപ്പം കറികൾ വെക്കാൻ തുടങ്ങുകയാണ്. പാവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്, തോരൻ വെക്കുകയാണ് കേട്ടോ. പാവയ്ക്കയിലോട്ട് ചേർത്തേക്കുന്നത് ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും തേങ്ങയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട്, എന്നിട്ട് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല, മൂടി വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായി. ഇനി കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു, അത് ക്ലീൻ ചെയ്തിട്ട് അതൊന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഉച്ചക്കത്തെ കറികൾ. പിന്നെ മക്കൾക്ക് കൊണ്ടുപോകാനായിട്ട് കിഴങ്ങ് മെഴുക്കുവരട്ടി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് രാവിലെ പെട്ടെന്ന് തിരക്കായതുകൊണ്ട്. ഇനിയിപ്പം വീടിൻ്റെ അകം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. തുടക്കലൊന്നുമില്ല, വെറുതെ ഒന്ന് അടിച്ചു വാരി ഇടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ ചെടിത്തോട്ടം കാണാം കേട്ടോ. അപ്പോൾ 1-2 ചെടികളൊക്കെ വേര് പിടിച്ച് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. 10 മണി അങ്ങ് പിടിച്ചിട്ടുണ്ട്, പക്ഷേ പൂവിടാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ ഇതെന്നതാ, ഇത് ഏതൊരു 4 മണിയോ 3 മണിയോ എങ്ങാണ്ടാന്ന് തോന്നുന്നു. അതും നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കളർ ചെടികളാണ് നട്ടിട്ടുണ്ടായിരുന്നത്, അതും പിടിച്ചു. പിന്നെ ഇതിനൊക്കെ ചെറിയ ചെറിയ തൈകൾ വന്നു തുടങ്ങി കേട്ടോ. ഇനിയിപ്പം എല്ലാം വേര് പിടിച്ചതിന് ശേഷം ഓർഡറിലൊക്കെ പറിച്ച് നടാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ചുവട്ടിൽ തൈയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അങ്ങനെ. ഇനിയിപ്പോൾ ഈ ഒരു അടുക്കളയും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്തപ്പം വെള്ളമൊക്കെ വീണിട്ട് ആകെ ചാരമെല്ലാം തെറിച്ച് ആകെ നാശമായി കിടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ ചാരമൊക്കെ വാരിയിട്ട് പിന്നെ ഒന്ന് പാത്രം കഴുകുന്ന സോപ്പിട്ടിട്ട് ഉരച്ചെടുക്കും. അപ്പം നല്ല രീതിയിൽ ഇത് ക്ലീനായിട്ട് കിട്ടും. അങ്ങനെയാണ് ഈ ഒരു അടുപ്പ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കില്ല, വെള്ളം ഇതേപോലെ തളിച്ച് കൊടുക്കത്തുള്ളൂ. എന്നിട്ട് നല്ലൊരു ഉണങ്ങിയ തുണി നനഞ്ഞ തുണിയൊക്കെ ആയിട്ട് തുടച്ചെടുക്കും.
അങ്ങനെ ഈ ഒരു കിച്ചണും നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചർ അന്ന് മോള് വരച്ചതായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് പഴുത്ത മുളക് ഉണ്ടായിരുന്നു, നമ്മുടെ ഇവിടെ തന്നെ നട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൽ കറിക്ക് ആവശ്യത്തിന് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി ഇതേപോലെ നിർത്തും കേട്ടോ. പിന്നെ അത് പഴുത്ത് കഴിയുമ്പോൾ വെയിലത്തിട്ട് ഉണക്കിയിട്ട് വറ്റൽ മുളകായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഉണങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പറിച്ചിട്ട് ഈ ഒരു അടുപ്പിൻ്റെ ചൂടിലോട്ട് വെക്കുകയാണ്. അപ്പോൾ അവിടെ തീ കത്തിക്കുമ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ, ഉണങ്ങി കിട്ടും. അതിന് വേണ്ടിയിട്ട് കൊണ്ടുവച്ചതാണ്. പിന്നെ വെയിൽ വരുമ്പോൾ വെയിലത്തൊട്ട് എടുത്ത് വെക്കും കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ കിച്ചൺ ഇതേപോലെ ആവശ്യം കഴിഞ്ഞപ്പം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ചക്കപ്പഴം ഉണ്ടായിരുന്നു, നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വന്നതാണ്. അപ്പോൾ അത് ഞാൻ ഇനിയിപ്പോൾ ചക്ക സീസണൊക്കെ കഴിയാൻ പോവല്ലേ, തേൻവരിക്കയുടെ ചക്കയാണ് കേട്ടോ. അതൊന്ന് വേവിച്ച് വെക്കുകയാണ് വെള്ളം വറ്റിച്ചിട്ട്. അപ്പം ഈ ഇത്രയും ചക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു 4-5 അച്ച് വെല്ലമാണ് കേട്ടോ എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ചക്ക വെള്ളം ചേർക്കാതെ മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലൊരു ചട്ടിയിലോട്ട് അരച്ച ചക്ക വെള്ളമൊന്നും ചേർക്കുന്നില്ല, വെറുതെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കും കേട്ടോ. വരട്ടിയെടുക്കുകയല്ല, നെയ്യൊന്നും ചേർത്തിട്ട് വരട്ടിയെടുക്കുകയല്ല. ഇങ്ങനെ വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തണുത്തതിന് ശേഷം ഫ്രീസറിലോട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് 1 വർഷം വരെയൊക്കെ കേടാകാതിരിക്കും. നമുക്ക് ഇടയ്ക്ക് ചക്കയുടെയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്. കിട്ടുന്നത് ആവശ്യം കഴിയുമ്പോൾ ബാക്കി കളയാതെ ഇതേപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രീസറിൽ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ നാളങ്ങനെ ചക്ക സീസൺ കഴിഞ്ഞപ്പം ഉപയോഗിച്ചായിരുന്നു. അപ്പം ഇത് അരച്ച ചക്ക ഒന്ന് വെന്ത് വന്നപ്പോൾ അതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ. ഇത്രയും ചക്കയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 5 അച്ചാട്ടോ എടുത്തേക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ച് വറ്റി വരുമ്പം തണുത്തതിന് ശേഷം ഒരു ബോക്സിനകത്താക്കിയിട്ട് എടുത്തു വെക്കുവേ. അപ്പോൾ ഏകദേശം ഇത് പാകമായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വരട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലേവറൊക്കെ പോയിട്ട് ചക്കയുടെ ആ ഒരു ടേസ്റ്റൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അത് പോകാതിരിക്കാനാണ് ഇത്രയും വേവിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഒരുപാട് വേവിക്കുകയാണെങ്കിൽ കളറും മാറും. അപ്പോൾ ഇത്രയേ വേവിച്ചിട്ടുള്ളൂ. ഇത് തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ ബോക്സിനകത്താക്കിയിട്ട് ഫ്രീസറിലോട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം.